ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച റമദാൻ മാസത്തില് രാവിലെ ഞാൻ ഖുത്ബക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരാൾ വീട്ടിൽ കയറി വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ 5 ആളുകൾ റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാനോ നോമ്പ് തുറക്കാനോ ഒന്നുമില്ല. നല്ല തണുപ്പുള്ളൊരു സീസണിലാണത്. കിടക്കാനൊരു കട്ടിൽ പോയി. അപ്പൊ മൗലവി ഞങ്ങളെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനിത് കേട്ട് ദുഃഖിച്ചിരിക്കുകയാണ്. കാരണം നോമ്പ് തുറക്കാൻ കാശില്ല, നോമ്പ് നോൽക്കാൻ ഭക്ഷണം വാങ്ങാൻ കാശില്ല, ശരിക്കും അവർക്ക് കിടക്കാനൊരു കട്ടിലില്ല, ഒന്നുമില്ല. ഞാൻ ഒന്നും പറയാതെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, മൗലവി ഞാൻ എൻ്റെ ഒരു സങ്കടം പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് യാതൊരു ബേജാറുമില്ല. കാരണം എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന കുറെ പണക്കാരൊക്കെ ഉണ്ട്. അവരും ഞാനും മരിച്ചു പോയാൽ ഒരേ രൂപത്തിലല്ലേ. ആരെങ്കിലും ഈ 3 കഷ്ണം തുണിയല്ലാതെ അതിലപ്പുറത്ത് വേറെ ഡ്രസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാനിത് പറഞ്ഞതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിലൊന്നും ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ അന്ന് വല്ലാത്തൊരു വിഷമം എനിക്കത്. ഞാൻ കോഴിക്കോട്ട് പാളയം പള്ളിയിലെ ഖുത്ബയിൽ വിവരം പറഞ്ഞു. ഇങ്ങനെ ഒരാൾ എന്റെ അടുത്ത് വന്നു, അദ്ദേഹത്തെ സഹായിക്കണം, ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ജുമാക്ക് ശേഷം എന്റെ അടുത്ത് വരണം, പറയണം എന്നുണ്ട്. 2 ആളുകൾ വന്നു. ഒരാൾ പറഞ്ഞു ഇയാൾക്കൊരു മാസത്തിന് ഇയാളെ കുടുംബത്തിന് ഭക്ഷണം ഞാൻ കൊടുക്കാം, വേറൊരാൾ പറഞ്ഞു ഞാൻ കൊടുക്കാം. അവസാനം അവർ കുറെ അരിയും സാധനങ്ങളും ഒക്കെ പള്ളിയിലെത്തിച്ചു. ഞാൻ ഇവരോട് ചോദിച്ചു, ഇത് ആര് തന്നു എന്നാ ഞാൻ പറയേണ്ടത്? എനിക്ക് അത്രേ പരിചയമുള്ളൂ, പള്ളിയിൽ വരുന്ന ഒരാള്. അപ്പൊ അവര് പറഞ്ഞു ആര് തന്നെന്നും പറയണ്ട, ഈ സാധനം അവിടെ എത്തിയാൽ മതിയെന്ന്. അങ്ങനെ അത് അവിടെ എത്തിച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ ഓർക്കാൻ കാരണം, ടെൻഷൻ ഇല്ലാത്ത ജീവിതം എന്നാണല്ലോ നമ്മൾ പറയാൻ വിചാരിച്ച കാര്യം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ബേജാറാവണ്ട, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു ബേജാറുമില്ല, പ്രശ്നവുമില്ല. ആരാ പറയുന്നത്? നോമ്പ് നോൽക്കാൻ ഭക്ഷണമല്ല, നോമ്പ് തുറക്കാനും ഭക്ഷണമല്ല, കയറിക്കിടക്കാൻ ഒരു കട്ടിലില്ല, പുതയ്ക്കാനൊരു പുതപ്പില്ല, 5 ആളുകൾ നോമ്പ് നോക്കുന്ന ഒരു വീട്. ഈ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ജീവിക്കുന്നുണ്ടല്ലോ അയാൾക്കൊരു ടെൻഷനും ഇല്ല, വളരെ സന്തോഷത്തിലാണ് അയാൾ പോയത്. ഇത് ഞാൻ ഒരു അനുഭവം നിങ്ങളെ മുമ്പിൽ പറയുന്നത്, നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നോക്കിയാലേ ആളുകൾ എന്തെല്ലാം ടെൻഷനാണ്. കുട്ടികൾക്ക് ടെൻഷൻ, ഭാര്യക്ക് ടെൻഷൻ, ഭർത്താവിന് ടെൻഷൻ, മുതിർന്നവർക്ക് ടെൻഷൻ, യുവാക്കൾക്ക് ടെൻഷൻ, എല്ലാവരും ടെൻഷൻ, വ്യവസായികൾക്ക്, തൊഴിലാളികൾക്ക്. ഇങ്ങനെ ടെൻഷൻ ആയാൽ എന്താ സംഭവിക്കുക? മനുഷ്യന് ഭ്രാന്താവാൻ വേറെന്തെങ്കിലും വേണോ? അപ്പൊ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ എന്തിന്റെ വഴി? ഇങ്ങനെ ആകെ ഒരു സംഘർഷം, നമ്മളതിന് പറയുന്ന സ്ട്രെസ്, ഉത്കണ്ഠ, ചിലർക്ക് വിഷാദം, ഉന്മാദം, ഇതെല്ലാം എന്താണ് പരിഹാരം? ഇപ്പൊ നാട്ടിലൊക്കെ കൌൺസിലിംഗ് സെന്ററുകൾ വന്നിട്ടുണ്ട്. കുറെ കൌൺസിലിംഗ് നടത്തുക. ആർക്കൊക്കെ കൌൺസിലിംഗ്? കുട്ടികൾക്ക് കൌൺസിലിംഗ്, പരീക്ഷ വരുമ്പോൾ എങ്ങനെ നേരിടണം, തോറ്റുപോയാൽ എന്ത് ചെയ്യണം, ജയിച്ചാൽ എന്ത് ചെയ്യണം, അതൊരു വിഭാഗം. വേറൊരു കൂട്ടര് രക്ഷിതാക്കൾക്കുള്ള കൌൺസിലിംഗ്, കുട്ടികളുടെ കാര്യം എങ്ങനെ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, അതങ്ങനെ പോകുന്നു. വിവാഹം ചെയ്യാൻ പ്രായമായ യുവതീ യുവാക്കൾക്ക് പ്രീ മാരിറ്റൽ കൌൺസിലിംഗ്, കല്യാണം കഴിക്കാൻ പോവാണ്, എങ്ങനെ കുടുംബം, എങ്ങനെ ഭർത്താവിനോട്, എങ്ങനെ ഭാര്യയോട് എന്ന നിലക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. വ്യവസായികൾക്ക് കൌൺസിലിംഗ്, ജോലിക്കാർക്ക് എല്ലാവർക്കും. കല്യാണം കഴിച്ച് 1 കൊല്ലം കഴിഞ്ഞവർക്ക് വേറൊരു കൌൺസിലിംഗ്, ഇനിയിപ്പോ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം കൂടി ആകെത്തുക കൌൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞു തരുന്ന സോഷ്യോളജിയോ സൈക്കോളജിയോ സൈക്കാട്രിയോ ഒക്കെ പഠിച്ച ആൾക്കാർ പറഞ്ഞു തരുന്ന ഒരു വാക്ക് എന്താണെന്നറിയോ? നിങ്ങൾ ജീവിതത്തില് കോൺഫിഡൻസ് വേണം, നല്ല കോൺഫിഡൻസ്. പിന്നെ പോസിറ്റീവ് തിങ്കിങ് വേണം. കോൺഫിഡൻസും പോസിറ്റീവ് തിങ്കിങ്ങും. എന്താ ഇത് ഈ കോൺഫിഡൻസ് പറഞ്ഞാല്? അതൊന്ന് വിശദീകരിച്ചു തരാൻ പറഞ്ഞ ഒരു പറയാം. എന്താണെന്നറിയോ? ജീവിതം നമ്മൾ വിചാരിച്ച മാതിരിയല്ല, നമ്മൾ വിചാരിച്ചതെല്ലാം കിട്ടൂല. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കൊക്കെ ശരി, അത് വിധി പോലെ വരും എന്നുള്ളതാണ്. അത് തന്നെയല്ലേ നമ്മൾ ഖദറിലും ഖദായിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ഈമാൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ജനിച്ചു, അള്ളാഹു നമുക്ക് ഇവിടെ ജീവിതം നൽകി, നമ്മളെങ്ങനെ വളരുന്നു. ഇപ്പൊ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ നോക്കൂ, ആണായാലും പെണ്ണായാലും ആരായാലും, നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ, ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന എന്റെ അവസ്ഥ, ഞാൻ ഇവിടെ എത്തിയത് ഞാൻ എന്തൊക്കെയാ ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
പണം ഉണ്ടാക്കിയവര് നിങ്ങളെ മാത്രം ബുദ്ധിയും സൂത്രമാണോ? അല്ലല്ലോ. അല്ല, നമ്മൾ പണിയെടുത്തു, പഠിച്ചോന്റെ ഒരു തൗഫീക്ക്. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതൊക്കെ നമുക്കിപ്പോ കിട്ടിയത് മുഴുവനും നമ്മളിങ്ങനെ ഒരു ഫാക്ടറിയിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലല്ലോ. നമ്മൾ ആഗ്രഹിക്കും ഭാര്യ എങ്ങനെ ആയിരിക്കണം, നല്ല കുടുംബത്തിൽ നിന്നായിരിക്കണം, നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം. ശരി. കല്യാണം കഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് പലതും അങ്ങനൊന്നും ഇല്ല. ഇനി എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാനില്ല. ഇതാണ് എന്റെ ഭാര്യ, അതിനെ വെച്ച് സഹിച്ച് ജീവിക്കന്നെ സന്തോഷത്തോടുകൂടി. ഇതാണ് പടച്ചവൻ എനിക്ക് തന്നത് എന്ന് വിചാരിച്ചു പോയാൽ ഭ്രാന്താവാതെ ജീവിക്കുക. അല്ലെങ്കിലോ അവന്റെ ഭാര്യ നോക്കൂ, ആ വീട്ടുകാരെ നോക്കൂ, അവരെ മക്കളെ നോക്കൂ, ഞാനിങ്ങനെ ഉത്കണ്ഠയിൽ ജീവിതം തീരാൻ അത് മതിയാവും. അത് നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഈ ഖദർ ഖലായിലുള്ള വിശ്വാസത്തിന്റെ കുറവ് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാക്കും, സ്ട്രെസ് ഉണ്ടാക്കും, ഉത്കണ്ഠ ഉണ്ടാക്കും, ഉന്മാദം ഉണ്ടാക്കും, വിഷാദമുണ്ടാക്കും, ആളുകൾ തമ്മിൽ കലഹമുണ്ടാക്കും, കണ്ടുകൂടായ്മ ഉണ്ടാക്കും, ആകെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ ആസ്വദിക്കുക, ടെൻഷൻ ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് നമ്മളൊരു ഒരു പഠനം വേണമല്ലോ. അതിലൊന്നാമത്തേത് നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഉണ്ടായതാണ്. ഇപ്പോ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിപ്പോ എവിടെ ജനിച്ചേ, നമ്മുടെ വാപ്പാരും ഉമ്മാരും ഒരു പാവം മനുഷ്യൻ, വലിയ വിവരവുമില്ല, ഒരു ഗ്രാമീണൻ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ തോന്നാണ് മറ്റേ മന്ത്രിയുടെ മോനായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നാവും, നല്ല ജനറേഷൻ. ഇനി ജനിക്കാൻ കഴിയോ? ആയിപ്പോയില്ലേ. അതിലെ വലിയ കുറെ പണക്കാരെ മുമ്പ് കടന്നു പറയാം അയാളെ മോനായി ജനിച്ചിരുന്നെങ്കിൽ ആയിക്കോട്ടെ. ആവില്ലല്ലോ, നമ്മൾ ജനിച്ചില്ലേ, ഇനി ഒരു രക്ഷയില്ല. ഇതന്നെ എന്റെ വാപ്പ, യാതൊരു വിവരമില്ലാത്ത പാവം മനുഷ്യൻ, അത് തന്നെ എന്റെ വാപ്പ. ഇതാണ് എന്റെ ഉമ്മ, അല്ലെ, ഇതാണ് എന്റെ ജ്യേഷ്ഠൻ, ഇതാണ് എന്റെ അനുജൻ. അത് ആയിക്കഴിഞ്ഞു. ഇനി ആ വിഷയം ആലോചനയും വേണ്ട, ചർച്ചയും വേണ്ട. വാപ്പനെ എങ്ങനെ നന്നാക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. വാപ്പ പ്രായമുള്ള മനുഷ്യന് അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു പോകാനേ കഴിയുള്ളൂ, അല്ലെ, അങ്ങനല്ലേ കഴിയുള്ളൂ. അപ്പൊ അതാണ് അതിലുള്ള പോസിറ്റീവ് തിങ്കിങ്. ഇനി നമ്മൾ നോക്കുക, ഇപ്പൊ നമ്മൾ തന്നെ കുറേയും കൂടെ ശ്രമിച്ചിട്ടുണ്ടാവുന്നതാണല്ലോ നമ്മുടെ തൊഴിലൊക്കെ. തൊഴിലിന് മുമ്പുള്ള വിദ്യാഭ്യാസം. എല്ലാ പഠിച്ച ആൾക്കാരും ജയിക്കോ? ജയിക്കൂലല്ലോ. കുറെ ആൾ ജയിക്കും, കുറെ ആൾ തോറ്റുപോകും. ജയിച്ച എല്ലാ ആളുകൾക്കും ജോലി കിട്ടുമോ? കിട്ടൂല. കുറെ ആൾക്ക് ജോലി കിട്ടും, കുറെ ആൾക്ക് ജോലി കിട്ടൂല. ജോലി കിട്ടിയ എല്ലാ ആൾക്കാർക്കും സമ്പാദിക്കാൻ കഴിയോ? ആവില്ല. കുറെ ആൾക്ക് സമ്പാദിക്കാൻ കഴിയും, കുറെ ആൾക്ക് സമ്പാദിക്കാനുണ്ടാവില്ല. ഇനി നമ്മൾ വിചാരിച്ച ജോലിയും പണവും സൗകര്യവും അതാണോ ജീവിതാനന്ദം? അല്ലല്ലോ, അല്ലല്ലോ. കാരണം എത്ര പണം, എത്ര സൗകര്യം, എല്ലാ കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല. ചില ആളുകൾക്ക് എന്താ ഒരു നാളത്തെ കാര്യം, ആ പ്രശ്നം, ഈ പ്രശ്നം, തൊഴിൽ പ്രശ്നം, എന്തെല്ലാം പ്രശ്നം. നിങ്ങൾ കണ്ടില്ലേ ഈ ചില ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊക്കെ കുറെ കുടുംബങ്ങൾ ഉറങ്ങുന്ന ഒരു മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തൊട്ടിലൊക്കെ കെട്ടി മക്കളയിലിട്ട് ആട്ടി ഉറക്കി ഇപ്പുറത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സുഖമായി കിടന്നുറങ്ങാം. ട്രെയിൻ കൂട്ടിമുട്ടിയാൽ പോലും ഇവര് ഞെട്ടൂല. എന്നാണ് അത്ര സുഖസുന്ദരമായി ഉറങ്ങുക. നമ്മൾ ആലോചിച്ചു നോക്കുക, ആരാണ് ഇവിടെ സുഖം അനുഭവിക്കുന്നത്? കിടന്നാൽ ഉറക്കം വരാത്ത നമ്മുടെ വലിയ പണക്കാരനാണോ? ഈ കിടന്നുറങ്ങുന്ന പാവം ഈ കുടുംബം ഉണ്ടല്ലോ, അവരാണോ? അവരെന്നാ, യാതൊരു സംശയമില്ല. അത് ഈ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. നമ്മൾ അതും കാണണം. കുറച്ച് എത്ര കൊല്ലമുണ്ട് ജീവിക്കാൻ? നമ്മൾ പറയാപ്പോ ഒരു 70 വയസ്സൊക്കെ ഒരാള്, ഇപ്പൊ വാപ്പക്ക് 70 വയസ്സായി, വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാല് 70 വയസ്സൊക്കെ ഏതാണ്ട് മരിക്കാനായി എന്നാണ് നമ്മുടെ ഒരു നിഗമനം. അങ്ങനെയാണല്ലോ. നേരെ വെച്ച് 30 വയസ്സായിരുന്നു മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടാണ്. കാരണം കാലമായിട്ടില്ല, അകാല മരണം എന്നൊക്കെ പറയും ആൾക്കാർ. അങ്ങനൊന്നുമില്ല, അത് തന്നെ അവന്റെ കാലം. അപ്പോ ഒരു 70 വയസ്സ് 80 വയസ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം അവരെന്നാ ജീവിതം തുടങ്ങിയത്. ചെറുപ്പത്തില് മക്കൾ എന്നുള്ളവർക്ക് അങ്ങനെ പോണ്, പഠിക്കുകയാണ്, ചെറിയോളാന്നൊക്കെ പറയുന്നത് ഒരാനുകൂല്യത്തിൽ ജീവിക്കുന്ന കാലത്താണ്. നമ്മളൊന്നും ചെലവാക്കണ്ട, വാപ്പയുമേയും നോക്കിയോളൂ, നമ്മളിങ്ങനെ ജീവിക്കുക, ആനന്ദം. ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ പഠിച്ച നമ്മളൊരു ജോലിയായി വരികയാണ്. ഒരു കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കാൻ ആൾക്കാർ പഴമാതിരിയല്ലല്ലോ, 100 വട്ടം ആലോചിക്കൂലേ. കാരണം ഒരു വലിയ സംഭവമല്ലേ, ആലോചിക്കുകയും വേണം, അന്വേഷിക്കും. നമ്മളോടൊക്കെ പറയും നിങ്ങളെ കോളേജിലൊക്കെ ആരെങ്കിലും നമ്മളെ മോനൊരു കുട്ടിയെ കിട്ടണോ, ഒരു പെണ്ണ് കിട്ടണോ, അങ്ങനെ വേണം. ഇപ്പൊ പറഞ്ഞു നോക്കിയാൽ നമുക്ക് ഒരാൾ നിർദ്ദേശിക്കാനും കഴിയില്ല. എന്താ പറയാ, നല്ല കുടുംബത്തിനാവണം, അത് വേണമല്ലോ, നല്ല കുടുംബത്തിനാവണം, നല്ല സൗന്ദര്യവും വേണം, നല്ല ദീനുണ്ടാവണം, നല്ല വിദ്യാഭ്യാസവും ഉണ്ടാവണം, റോഡിലേക്ക് കാറൊക്കെ വന്ന് നിൽക്കാൻ കഴിയണം. ഇങ്ങനെല്ലാം കൂടെ ആയിട്ട് പറഞ്ഞാല് നമുക്കൊരു കുട്ടിയെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, ഇതെല്ലാം കൂടി കിട്ടണമെങ്കിൽ ഒരു 3-4 കുട്ടികളെ ഒപ്പം കെട്ടേണ്ടി വരും. ഞാൻ അങ്ങനെ ഒരാൾ പറഞ്ഞു, എനിക്ക്
കല്യാണം ഈ പറഞ്ഞ എല്ലാം കൂടി കിട്ടണമെങ്കിൽ ഒരു 3-4 കുട്ടികളൊപ്പം കല്യാണം കഴിച്ചു ഒന്നാ കിട്ടും. നല്ല കുട്ടികളുണ്ട്, പൈസ ഇല്ലാത്ത കുടുംബമാണ്, നല്ല പണമുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടിയാണ്, ഇതെല്ലാം ഉണ്ട്, വീട്ടിലേക്ക് കാറ് കയറാത്തതാണ്. അപ്പൊ നമ്മൾ എന്തിനാ മാർക്ക് കൊടുക്കുക? നമ്മൾ ഏതെങ്കിലും ഒന്ന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ കാണുക, ബാക്കിയൊക്കെ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുണ്ടല്ലോ അപ്പൊ ഈ പാസ് മാർക്ക് എന്നൊക്കെ പറയല്ല, നമ്മൾ 40 മാർക്ക് കിട്ടിയാൽ പാസ്സാവും, ശരി, എന്നിട്ടാ ബാക്കി പിന്നെ അതിലേക്ക് ആഡ് ചെയ്യലാണ്. ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ, NCC പങ്കെടുത്തതിനോട് 5 മാർക്ക്, ജില്ലാ തിലക്തിന് പോയാൽ മത്സരത്തിന് പോയാൽ ഒരു 5 മാർക്ക്, പിന്നെ മറ്റേതിന് ഇത്ര മാർക്ക്, ഈ ഗ്രേസ് മാർക്ക്. അങ്ങനെ വിചാരിച്ചാൽ മതി. നമുക്ക് നല്ലൊരു ഭാര്യ വേണം, അല്ലെ നമുക്ക് നല്ലൊരു ഭർത്താവ് വേണം, അയാൾ ഇങ്ങനെ ആയിരിക്കണം, മെയിൻ പ്രധാനപ്പെട്ട സംഗതി ഇന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടി ഏതായാലും നമുക്കൊരു പെണ്ണായി വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ഭർത്താവായി. നമ്മൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണല്ലോ, പക്ഷെ സ്വപ്നം മുഴുവൻ സാക്ഷാത്കരിക്കൂല. എന്റെ ഭർത്താവ് ഇങ്ങനെ, ഓളെ ഭർത്താവ് എന്ത് ഉഷാറുണ്ട്, വെറുതെ വിചാരിക്കുക. അവിടെ എത്തിയൊക്കെ അവർ തിരിച്ചും വിചാരിക്കും. അപ്പൊ നമ്മൾ എത്തേണ്ടത് അങ്ങനെ നമ്മളൊരു വിവാഹം ചെയ്ത് വലിയ മക്കളാവുക. ഞാൻ പറഞ്ഞല്ലോ പലതും ഉണ്ടാവില്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിചാരിച്ച പലതും കല്യാണം കഴിച്ച ശേഷം ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് ഇതാണ് പടച്ചോൻ തന്ന വലിയ, ഇതന്നെ നല്ല പെണ്ണ്, ഇതന്നെ നല്ല ഭർത്താവ്, ഇത് തന്നെയാണ് ലോകത്ത് ഏറ്റവും വലിയെന്ന് വിചാരിച്ചങ്ങനെ പോയാൽ നല്ല സുഖം ഉണ്ടാവും. ഇനി കുട്ടികൾ ഉണ്ടാകുക, കുട്ടികളുണ്ടാവുമ്പോൾ നോക്കും, കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച എത്ര ആൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല അല്ലെ? ഒരു പെൺകുട്ടിനെ കിട്ടാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച എത്ര ആൾക്ക് പെൺകുട്ടിയില്ല, ഒക്കെ ആൺകുട്ടികൾ. ആൺകുട്ടികളായി ഒരു പെണ്ണിനെ പെൺകുട്ടികളാണ് ഒരാണിനെ കിട്ടാൻ, അതും കിട്ടുന്നില്ല. അപ്പൊ ചില ആളുകൾക്ക് അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹ് കൊടുക്കുകയാണ്. ഇവന് കുട്ടികളില്ല, ഇവന് ആൺകുട്ടി, ഇവന് പെൺകുട്ടി, ഇവനാണും പെണ്ണും കൂടി, ഇതൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയങ്ങളാണ്. നമുക്കെന്താ ചെയ്യാൻ പറ്റുമോ? അതിൽ ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ കുട്ടികളൊക്കെ ആൺകുട്ടികളായി പോണ്, അല്ല എന്റെ കുട്ടികളൊക്കെ പെൺകുട്ടികളായി പോണ്, എന്നാ ഒരു കാര്യമില്ല. ആ മക്കൾ അള്ളാഹ് തന്ന മക്കൾ നല്ലോണം പോറ്റി വളർത്തുക, നല്ല സ്നേഹത്തില്. അത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ജീവിതത്തിന്റെ ആനന്ദമാണ് മക്കളും ധനവും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ആനന്ദം തന്നെ, നിരോധിച്ച സീനത്തല്ല അത്. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ തന്നെ. പിന്നെ നല്ല നല്ല കർമ്മങ്ങൾ, അതാണ് നിലനിൽക്കുക എന്നുള്ളത്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം സീനത്തുൽ ഹയാത്തു ദുനിയാണ് മക്കള്, ധനം, ഇതൊക്കെ. അപ്പൊ ഉള്ള മക്കൾ, ഉള്ള ഭാര്യ, ഉള്ള ഭർത്താവ്, അത് തന്നെ സീനത്ത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നമ്മള് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ വന്ന് ഇനി നമ്മൾ ജീവിതം തുടങ്ങി, ജോലി കിട്ടി, കച്ചവടമായി, പൈസയായി, അല്ലെ, ഗൾഫിൽ പോയി ഒരു വിസ എടുത്ത്, ഇനിയിപ്പോ നമുക്ക് എന്താ അത്യാവശ്യം കാശൊക്കെ ആയി, ഭക്ഷണമൊക്കെ കഴിക്കണം, നല്ലൊരു വീടുണ്ടാക്കണം, കാറ് വാങ്ങണം, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞ 25-30 വയസ്സായിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഒരു 45-50 വയസ്സാകുമ്പോഴേക്ക് ഇവൻ രോഗം വരുന്നത് അല്ലെ, അയാൾക്ക് പ്രഷറാണ്, അവർക്ക് കൊളസ്ട്രോൾ ആണ്, ഇവന് ഷുഗറാണ്, ആകെ ഇവന് തിന്നാൻ പറ്റുന്ന സാധനം എന്താ ഉള്ളത്? കുറച്ച് എണ്ണയൊന്നും പുരട്ടാത്ത കുറച്ച് ചപ്പാത്തി അല്ലെ, അധികം എണ്ണ ഒന്നും ഇല്ലാത്ത കുറച്ച് ചമ്മന്തിയും. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താ അറിയോ, ഒരാളിങ്ങനെ കുറച്ച് പച്ചവെള്ളവും, മധുരം പറ്റൂലല്ലോ, ചായ പറ്റൂല, ഒന്നും പറ്റില്ല. അപ്പൊ ഇയാൾ പറഞ്ഞ സങ്കടം എന്താണെന്നറിയോ, ഒരു കാലത്തെ പൈസ ഇല്ലാഞ്ഞിട്ട് തിന്നാൻ ആഗ്രഹിച്ചൊരു കാലമുണ്ട്, അന്ന് പൈസ അല്ല. ഇപ്പൊ എനിക്ക് പൈസയും കാര്യമൊക്കെ ആയി, ഇപ്പോഴോ ഇപ്പൊ തിന്നരുതെന്നാ ഡോക്ടർമാർ പറയുന്നത്. ഇനി എന്തിനായിരുന്നു, അതും പറ്റൂല, ഇതും പറ്റൂല. അപ്പൊ ഇത് ജീവിതത്തിൽ വരികയാണ്. അങ്ങനെ നമ്മൾ 40-50 വയസ്സാകുമ്പോഴേക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങോട്ട് നമുക്ക് എന്താ പറയാ, വലിയ ആഗ്രഹങ്ങളും ആസ്വാദനങ്ങളും ഒന്നുമില്ല. കുറെ മരുന്ന്, കുറെ ഇൻസുലിന്, കുറെ ഇഞ്ചക്ഷന്, കുറെ ഗുളിക, അതൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ ആകെ ഇപ്പൊ എത്ര കൊല്ലം കിട്ടി? 20 കൊല്ലോ, 25 കൊല്ലോ, 30 കൊല്ലോ. ഈ കാലഘട്ടം നമ്മൾ ആനന്ദത്തിൽ ആസ്വദിച്ചു പോണം. ഞാൻ പറയുന്നുണ്ട്, ഫാമിലിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പൈസ അങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കളെയും കുട്ടികളെ കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോയിക്കൂടെ, ഒരു ഭക്ഷണമൊക്കെ കഴിച്ചൂടെ അല്ലേ? ഒരു വെക്കേഷൻ, ഒരു ടൂറൊക്കെ, ഒരു ഹോളിഡേ പാക്കേജൊക്കെ നിങ്ങൾക്ക് ഹലാലായ നിലക്ക് അതൊക്കെ വേണം. എന്നാലേ മക്കളും ബാപ്പയും ഭാര്യയും ഭർത്താവും അങ്ങനെ ഒരു റിലേഷൻ ശക്തിപ്പെടുള്ളൂ. കൌൺസിലിംഗ് സെന്ററുകളിൽ പോയിട്ട് പലപ്പോഴും സന്തോഷത്തിൽ തിരിച്ചു വരുന്ന ആൾക്കാർ പറയുന്നത് എന്താ പറയാ, ഒരു മരുന്നുമില്ല, ഒന്നുമില്ല, നല്ല സുഖം ഉണ്ട് അവിടെ പോയപ്പോ. 3 മണിക്കൂർ നേരമാണ് എന്റെ ബേജാറും വെപ്രാളും ഒക്കെ ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം കേട്ടത് എന്നാ. 3 മണിക്കൂർ. ഇത് വാപ്പനോട് പറഞ്ഞൂടെ, വാപ്പനെ നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് ഉമ്മാനോട് പറഞ്ഞൂടെ, ഉമ്മക്ക് നിരക്കായിരുന്നല്ലോ. ഇത് ഭാര്യനോട് പങ്കെടുക്കാനും ഭാര്യനെ കാണാനില്ലല്ലോ. ഭർത്താവിനോട് പറയാൻ ഭർത്താവിന് ഒഴിവില്ലല്ലോ. അപ്പൊ ആൾക്കാരെന്ത് ചെയ്യും? ഇനി കൌൺസിലിംഗ് സെന്ററിൽ പോകുന്നില്ല, വർത്താനം പറയാലോ. ഈ കഴിഞ്ഞ മാസം ലോക വൃദ്ധ ദിനം എന്നിട്ടൊരു ദിനമുണ്ട്. ആ ദിനത്തില് തിരുവനന്തപുരത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന കുറെ ആളുകളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ വന്നിരുന്നു. അപ്പൊ അതിൽ അവർ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ എനിക്ക് ആശ്വാസമുണ്ട് ഇവിടെ വന്നപ്പോഴെന്നാ. എന്താ വീട്ടില് ഇയാളെ മകൻ നല്ല കാശൊക്കെ അയച്ചു കൊടുക്കും, ഭക്ഷണവും അവിടെ ഉണ്ടാക്കാൻ പഠിക്കാറൊക്കെ വരും. പക്ഷെ അയാളെ മാനസികമായ ഉല്ലാസമില്ല.
അപ്പോ ഇപ്പൊ ഇയാൾ പറഞ്ഞെന്താ പറയാ, ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കളിക്കാനുണ്ട്, ടി വി ഉണ്ട്, സംഗതിയുണ്ട്, ഡോക്ടറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ആളുകൾക്ക് ഇപ്പൊ എന്താ, ആനന്ദമാണ് പ്രധാനം. ആനന്ദം ഹലാലായ നിലക്ക് നൽകാൻ കുടുംബനാഥൻ എന്ന നിലക്ക് ഭർത്താവ് അല്ലെ പിതാവ് ശ്രമിക്കണം. മക്കൾക്ക് എവിടുന്ന ഇത് കിട്ടുക? ഇപ്പൊ ചില ആൾക്കാർ പറയാലോ, മക്കള് വീട്ടിൽ നിൽക്കുന്നില്ല, വീട്ടിൽ നിൽക്കുക, വീട്ടിൽ വരുമ്പോഴേക്ക് ഉമ്മ ദേഷ്യം പിടിക്കുക, വാപ്പ ദേഷ്യം പിടിക്കുക, അങ്ങനെ ചെയ്തില്ല അറിയാം, എങ്ങനെ ചെയ്തില്ല അറിയാം, മാർക്ക് കുറഞ്ഞു പോയി നേരം. ഈ മക്കൾക്ക് വീട്ടിലേക്ക് വരാൻ കഴിയില്ല. ചില ആൾക്കാരെ കണ്ടില്ല നിങ്ങള്, വൈകുന്നേരം 5 മണിക്ക് ജോലി കഴിഞ്ഞു, എന്നിട്ടോ 6 മണിക്ക് വീട്ടിലെത്തുന്നോ? ഇല്ല, 7 എത്തുന്നു, ഒന്നുമില്ല, രാത്രിയാവും ഇവൻ വീട്ടില്. ഇവനെവിടെയായിരുന്നു? ഇവനവിടെ അങ്ങാടിയില്, ഇവിടെ ക്ലബില്, മറ്റേ ഓഫീസില്, ഒന്നുമില്ലെങ്കിൽ വഴിയോരത്ത് ഓപ്പാലത്തിന്റെ മുകളിൽ കുത്തിരിക്കുക, സ്വറയ്ക്കുക, വർത്താനം പറയാ. ഇവനെന്താ വീട്ടിൽ പോകാത്തത്? ഇവൻ വീട്ടിൽ പോകാത്തത്, വീട്ടിൽ ചെന്നാൽ ഒരു സ്വൈരവും ഉണ്ടാവില്ല. കയറി വരുന്നവർക്ക് അപ്പോഴേക്കായിരിക്കും പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, പരാതികള്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് മനുഷ്യനാ വരുന്നത്. അയാളൊന്ന് കയറിയിരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ശേഷം എന്നിട്ട് പറയാലോ നീ ഭാര്യ വിചാരിക്കണ്ടേ? ഭാര്യ വിചാരിക്കൂല. ഈ മനുഷ്യന് പിന്നെ ആകെയുള്ള ഒരു സുഖം എന്താ വെച്ചാൽ, ഓഫീസ് വിട്ട് ബീച്ചിലോ ക്ലബിലോ എവിടെയൊക്കെ പോയി, ഓഫീസിൽ പോയി ആൾക്കാരൊക്കെ കണ്ട് തമാശക്കായി ഒന്ന് ഉറങ്ങാൻ വീട്ടിലേക്ക് വരിക. വീട്ടിലെത്തി ഒന്ന് കുളിച്ച് നിസ്കരിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാവിലെ അവൻ സ്ഥലം വിടും. സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. പിന്നെ ഇവൻ വരുന്ന എപ്പോഴാണെന്നറിയോ? അവിടുന്ന് എന്തെങ്കിലും ഒരു കട്ടൻ ചായ കുടിച്ച് അവിടുന്ന് പേപ്പർ വായിച്ച് ഇവിടെ വന്ന് എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഓഫീസിൽ പോകാൻ നേരത്ത് ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ കിട്ടുന്നില്ല, ഭർത്താവിന് ഭാര്യനെ കിട്ടുന്നില്ല, മക്കൾക്ക് വാപ്പനെ കാണുന്നില്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ എന്താ ഇതിന്റെ പ്രശ്നം പറയാ? ഇവൻ ജീവിക്കുന്ന വീട്ടിൽ ഒരാനന്ദം ഉണ്ടാക്കി കൊടുക്കാൻ ആ വീട്ടിലെ കുടുംബിനിയും ആ വീട്ടിലെ മക്കളും തയ്യാറാവുന്നില്ല. അപ്പൊ ഇവന് ആശ്വാസം പിന്നെ പുറത്തൂടെ നടക്കുക എന്നുള്ളതാണ്. പുറത്തൂടെ നടക്കുക. അപ്പൊ ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാ? ഈ സഹകരണം ഇല്ലാത്തതുകൊണ്ട്. ഇയാളെ ടെൻഷനാക്കിയിട്ട് എന്തോ കാര്യമുണ്ടോ? അല്ലെ, ഒരു ബേജാറായി വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പിന്നെ ഒരു ബേജാറോട് വന്നാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി ബേജാറായി വീട്ടിൽ പോയൊരു സംഗതി പറഞ്ഞു വന്നത്, നമ്മളിപ്പോ ഒരു ബേജാറ് ഷെയർ ചെയ്ത് ആ ബേജാറിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി വീട്ടിൽ കോടി വരികയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരുമ്പോൾ ഖദീജ ബിയുടെ ഉള്ളത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. അപ്പൊ അവര് ചെയ്ത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. ബേജാറാണ്ടയില്ല എന്നാണ്, നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, ആളുകളെ സഹായിക്കുന്ന ആളല്ലേ, അള്ളാഹു താല നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തൂല എന്നാണ് കിടത്താ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ബേജാറായി വീട്ടിലേക്ക് വരിക, ഭാര്യ അതിനേക്കാൾ ബേജാറാക്കിയാൽ എന്താവും? അങ്ങനെ ഉണ്ടാകില്ല. പാടച്ചോനെ ഇങ്ങനെ ബേജാറോട് ബേജാറല്ല പിന്നെ വരിക, മക്കളെ കണ്ടിട്ട് അതിനേക്കാൾ ബേജാറാവും. അപ്പൊ ഒരു ആശ്വാസം നൽകുന്ന ഒരു സ്ഥലമായിട്ട് വീട് ആവണ്ടേ? വീടിന് സെക്കൻഡ് എന്നാ പറയാം, സെക്കൻഡ് അല്ലെ? സെക്കൻഡ് എന്നുള്ള വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം എന്താ പറയാ? സമാധാനം എന്നാണ്. സമാധാനം കിട്ടുന്ന സ്ഥലമാണ് സെക്കൻഡ്. അപ്പൊ ഈ വീട് സെക്കൻഡ് ആവാത്തത് കൊണ്ട് സമാധാനം കിട്ടുന്ന സ്ഥലത്തൂടെ ആൾക്കാർ ഇങ്ങനെ പോവാണ്. അവസാനം ചിലപ്പം എന്താ പറയാ, അസഹ്യമായ പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോലായിരിക്കുന്നുണ്ടാകുക. ഭർത്താവ് നാടുവിട്ടുപോയി, ഭാര്യ വേറെയിലെങ്കിലും പോയി, മക്കളെ കാണാനില്ല എന്ന്. അപ്പൊ നമുക്ക് ഈ ടെൻഷൻ വരുത്തുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം, നമ്മൾക്ക് ടെൻഷൻ ഇല്ലാത്ത, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, ഫ്രീ ആയിട്ട് ടെൻഷൻ കിട്ടാനല്ല, ടെൻഷൻ ഫ്രീ ഇല്ലാത്ത, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനുള്ള അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് നമ്മളെ വീക്ഷണത്തിൽ ഒരു മാറ്റം വരണം. വീക്ഷണത്തിൽ മാറാതെ കഴിയില്ലല്ലേ? എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം? കുറച്ചു കാലം ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നല്ലോണം, ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ജീവിക്കുക, അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകാൻ നമുക്ക് കഴിയണം. അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മൾ നല്ല കോൺഫിഡൻസ് വേണം. ഇതൊക്കെ ദീനിലുണ്ട്. ഈമാൻ എന്ന് പറയുന്ന അതാണ്, സബ്ർ എന്ന് പറയുന്നതാണ്, യഖീൻ എന്ന് പറയുന്ന അതാണ്. അതിങ്ങനെ ഒരു മോഡേൺ ടെർമിനോളജി ഇതൊക്കെ വന്നു എന്നല്ലാതെ സംഗതിയൊക്കെ നമ്മളെ ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നിട്ടുള്ള സംഗതിയാണ്. മനസ്സ് എന്നാണ് ഏറ്റവും പ്രധാനം. അതാണല്ലോ ഈ സൈക്കാട്രി, സൈക്കോളജി, സോഷ്യോളജി ഒക്കെ പഠിച്ച ആൾക്കാർ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സ് എന്തുകൊണ്ട് വേദനിക്കുന്നു, മനസ്സിൽ എന്തുണ്ട് എന്നറിയാതെ ട്രീറ്റ്മെന്റ് ശരിയാവില്ലല്ലോ. ഒരു ദുആ അല്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ്, മനസ്സിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേന്ന്. മനസ്സ് പോയാ പോയി. വേണ്ടില്ല, നല്ല മനുഷ്യന്മാര് സുബൈ വരെ ജമാഅത്തിന് പള്ളി പോണ ചില ആൾക്കാർ ചില സംഗതി പെട്ടുപോണത് ഹറാമില്. അതെന്താ അന്നേരമാണ് തോന്നിപ്പോവുക, അത് ഒരു നേരല്ല, സാരല്ല, ഒരു മനസ്സങ്ങ് തെറ്റി, ഒരു ദുർബല നിമിഷം നമ്മളതിന് പറയാം. അയാൾ നല്ല ആള് തന്നെയാണ്, പിന്നെയും നല്ല ആള്, പക്ഷെ ഇടയ്ക്കൊരു ഒരു തെറ്റ് പറ്റിപ്പോവുക. അപ്പൊ ആ മുക്കല്ലിബൽ ഖുലൂബ്, അല്ലാഹു തആല മനസ്സിനെ നമുക്ക് ഉറപ്പിച്ചു നിർത്തി തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്ന അത് ഒരു വലിയ സംഗതിയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് എന്താണോ അതാണ് നമ്മൾ.
നമ്മൾ മനസ്സിൽ എന്ത് വിശ്വസിക്കുന്നോ അതാണ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ മനസ്സിൽ നമ്മുടെ സങ്കല്പം എന്താണോ അതാണ് ആളുകൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സ് പാകപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്. നൈരാശ്യം വരുന്ന ആളുകൾക്ക് ഭയങ്കര നിരാശ. ഞാൻ എത്ര കൊല്ലം 35 കൊല്ലം ഇപ്പൊ ഗൾഫ് താമസിച്ചു, എനിക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ പറയാം, അതിനെന്താ നിനക്ക് ഇവിടെ ജീവിക്കുന്നില്ലേ? അതുമില്ലാത്ത ആൾക്കാരില്ലേ? താഴോട്ട് നോക്കാൻ പറഞ്ഞ വെറുതെ ആണോ? താഴോട്ട് നോക്കാൻ പറഞ്ഞത് അതൊരു വീക്ഷണമാണ്. ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, താഴെയുള്ളവരെ നോക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, മേലുള്ള ആൾക്കാരല്ല നോക്കേണ്ടതെന്നാണ്. എന്താ മേലെയുള്ള ആൾക്കാരെ നോക്കാന്ന് പറഞ്ഞാല്? മേലെയുള്ള ആൾക്കാരെ നോക്കാന്ന് പറഞ്ഞാല് എനിക്ക് ചെറിയൊരു വീടുണ്ട്, പക്ഷെ ഒരു വലിയ വീടായാലും എത്ര നന്നാവും അല്ലെ? എനിക്കിപ്പോ അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു കാറുണ്ട്, ഏറ്റവും പുതിയൊരു മോഡലായാലും എത്ര നന്നാവും? ആയിക്കോട്ടെ, ആഗ്രഹിച്ചുണ്ടാക്കുകയും ചെയ്തോ. പക്ഷേ അതില്ലാത്തതിന്റെ പേരിൽ ബേജാറാവുന്ന എന്തിനാ? അത് കിട്ടാത്തതിന്റെ പേരിൽ ജീവിതം തുലക്കണോ? താഴോട്ടൊന്ന് നോക്കി നോക്കൂ. എനിക്ക് ചെറുതാണെങ്കിലും ഒരു വീടുണ്ട്, പക്ഷെ അതുമില്ലാത്ത എത്ര ആൾക്കാരുണ്ട്? അൽഹംദുലില്ലാ. എനിക്ക് ചെറുതാണെങ്കിലും ഒരു വാഹനമുണ്ട്, പക്ഷെ അതുമില്ലാത്ത മനുഷ്യന്മാരെത്ര ഉണ്ട്? അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ വിചാരിച്ചു പോയാൽ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഓർമ്മ വരും. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ അത് എണ്ണി തീർക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യമല്ല, ഈ ആരോഗ്യമില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്? നമുക്ക് തന്നെ വരും, രാവിലെ ബാങ്ക് കൊടുക്കുന്നു പള്ളിയിൽ നിന്ന്, അസ്സലാത്തു ഖൈറും മിനൻ നൗം, രോഗം പിടിച്ച് അസുഖമായി പ്രയാസത്തിലായി നമ്മൾ ഉറക്കവും വരുന്നുണ്ടാവില്ല, ബാങ്കൊക്കെ ശരിക്കും കേൾക്കും. പക്ഷെ നമ്മളെ മനസ്സിലൊരു ബേജാറായിരിക്കും, പഠിച്ചാൽ ബാങ്കല്ല കേൾക്കുന്നത്, എനിക്ക് പള്ളിയിലേക്കൊന്നും പോകാൻ കഴിയുന്നില്ലല്ലോ, സുഖമില്ലാഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഈ ബാങ്ക് മുമ്പുണ്ടായിരുന്നു, നിനക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, അന്ന് പോയില്ലല്ലോ, അന്ന് പോയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ ആണ് നമ്മളിത് ആലോചിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് വീക്ഷണമില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മൾ താഴോട്ട് നോക്കുക, മേലെ ഉള്ളവനെ നോക്കിയിട്ട് എപ്പോഴും പോരാ, ആയില്ല, മതിയായില്ല എന്ന് വിചാരിക്കാതൊക്കെ പടച്ചോന്റെ തൗഫീക്ക് എന്നാണ്. ഇപ്പൊ എല്ലാവരും പഠിച്ചാൽ പാസ്സാവില്ല, പഠിച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടൂല, ജോലി എത്തി എല്ലാവർക്കും സമ്പാദിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിച്ചൂടെ? വെറുതെ മക്കളെ ഉപദ്രവിക്കണോ? വെറുതെ ആൾക്കാരെ ചീത്ത പറയണം? ഒന്നും ആവശ്യമില്ല. ഇതാണ് അള്ളാഹ് തന്ന ജീവിതം എന്ന് സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് ജീവിത വീക്ഷണം വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് സ്വയം ടെൻഷൻ ഉണ്ടാക്കും, വേറുള്ളവർക്കും ടെൻഷൻ ഉണ്ടാക്കും. അപ്പോ അവൻ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയി, ഉണ്ടാവില്ല. നമ്മൾ ഈ കുടുംബത്തിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. മിണ്ടാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അത് അയാൾ അങ്ങനെ തന്നെ. പണ്ടൊക്കെ നമ്മളൊക്കെ കണ്ടാൽ മിണ്ടും, ചിരിക്കും, കല്യാണം വിളിക്കും. ഇപ്പം 30 കുറച്ചൊക്കെ ലെവലിലൊക്കെ എത്തി, പൈസയൊക്കെ നമ്മളൊന്നും കണ്ടുകൂടാ, അങ്ങനെ നമ്മൾ പറയല്ലോ. അങ്ങനെ പറയണ്ടല്ലോ, അങ്ങനെ അല്ലാതെയും പറയാതെ എങ്ങനെയാണെന്നറിയാം പറയാൻ നല്ലത്. അയാൾ നമ്മളെ കണ്ടു, മിണ്ടാതെ പോയി, ചിലപ്പോൾ നമ്മളെ മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ല, ആ മനുഷ്യന്റെ തല നിറയെ എന്തോ ബേജാറുമായിട്ട് നടക്കുകയായിരിക്കും. അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കൂ. അങ്ങനെ വിചാരിച്ചു നോക്കിയാൽ നമ്മൾ അയാളുടെ മിണ്ടിയിലാന്ന് ടെൻഷനായിട്ട് നടക്കണോ? ഇപ്പൊ നാട്ടിലുണ്ടാകുന്ന ഒരുപാട് തെറ്റി നിൽക്കുന്ന ആളുകളെ മസ്ലഹത്താക്കാൻ പോകുമ്പോഴേ നമ്മൾക്ക് വളരെ അത്ഭുതമാണ് തോന്നുക. 20 കൊല്ലമായി തെറ്റി നിൽക്കുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു നടുവിലൊരാളെ ഇടപെട്ടിട്ട് പറയല്ലോ, അങ്ങനെ പോണ്ട, സലാം പറഞ്ഞ് ലോകിയാവണോ, അതിന് വലിയ പുണ്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആ ലോകിയാവുന്നതിന് എന്നൊക്കെ പറയുമ്പോൾ, ഞാന് ഒരു തെറ്റും ചെയ്തില്ല, അത് അയാളാണ് തെറ്റ് ചെയ്തതെന്ന് പറയും. ഇയാളെടുത്ത് ചെന്നാലോ ഇയാൾ പറയും ഞാൻ വളരെ ക്ലിയറായി, മറ്റൊന്നാണ് തെറ്റ് ചെയ്തത്, ഞാൻ നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ, നമ്മുടെ അഭിമാനം, നമ്മുടെ തറവാട്, ഇതൊക്കെ പറയാം. ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താ പറയുക, എന്ത് പ്രസ്റ്റീജാ, എന്താ അഭിമാനം? മരിച്ചുപോയ അന്നേരം കാണത്. അതായത് മുഅ്മിനീങ്ങളായ 2 ആളുകൾ മിണ്ടാതെ നിന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് മരിച്ചു പോയണ്ടല്ലോ, അത് നരകത്തിൽ പോകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്കൊരു ഭയം വന്നോ? ആര് തമ്മിലാ തെറ്റല് വളരെ അടുത്ത ആളുകൾ തമ്മിൽ. ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ പറയും, ഞാൻ ഈ നാട്ടിലെ ആളുകളുമായി യാതൊരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. ആൾക്കാർ അതെന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം എനിക്ക് ഈ നാട്ടുകാരായിട്ട് വലിയ ബന്ധമല്ല, എന്റെ കുടുംബക്കാരല്ല, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരല്ല. അപ്പൊ ഒരു ബന്ധമില്ലാത്ത ആളാരോടും തെറ്റേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റ് ആരാണെന്നറിയോ? വാപ്പയും മക്കളും തെറ്റും, ഭാര്യയും ഭർത്താവും തെറ്റും, ജ്യേഷ്ഠനും അനുജനും തെറ്റും, അയൽവാസിയും തമ്മിൽ, പാർട്ട്ണർമാരെ തമ്മിൽ തെറ്റും. ഇവർക്കാണ് ബന്ധം. തെറ്റേണ്ടി വരുന്നത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും അടുത്ത ആൾക്കാർ തമ്മിൽ തെറ്റു വരുമ്പോ ഒരാൾ ചെറുതാവണം അല്ലെ? ഒരു പാലം ഒരാൾക്ക് മാത്രം നടക്കാവുന്ന ഒരു പാലാൻ ചേർക്കുക. പണ്ടങ്ങനല്ലേ ഒരു തെങ്ങൊക്കെ മുറിച്ചിട്ടത്? 2 അറ്റത്തുനിന്നും 2 ആൾ വന്നാൽ എന്ത് ചെയ്യും? 2 അറ്റത്തുനിന്നും 2 ആൾ വന്നാൽ നടുവിലവിടെ നിൽക്കും.
അല്ലെ? ഒരു വാഹനത്തിന് മാത്രം പോരാവുന്ന ചില പാലമുണ്ട്. അവിടെ നിന്നൊരു വണ്ടി കയറി ഇപ്പുറത്തുള്ള ഇവിടെ ചിലപ്പോ ഉണ്ടാവും. ആരാ ആദ്യം കയറിയെന്ന് അറിയാതെ നടുവിലാണ്ട് എത്തും. ഇനി തർക്കിച്ച് കച്ചറ കൂടി കുഴപ്പമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ആകെ ബ്ലോക്കാക്കി ഇങ്ങനെ പോവല്ലോ. അതിന്റെ ആവശ്യമുണ്ടോ? ഒന്ന് ബാക്കെടുത്താല് ഒരാളൊന്ന് മാറിക്കൊടുത്താൽ അത് പൊയ്ക്കോളൂ. അതിന് നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പോഴും നമുക്കെന്താ ഞാനാണ് ഞാൻ എന്ത് ഞാന് മരിച്ചു പോകുന്ന മനുഷ്യൻ ഇങ്ങനെ ഞാനാന്ന് പറഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മളോട് വേണ്ടത്ര പരിഗണനയില്ലാതെ പെരുമാറിയ ഒരാൾക്ക് നമ്മളൊരു ന്യായം ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ടായിരിക്കുമെന്ന് നാ ഫ്രീ ആയല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. വെറുതെ നമ്മൾ അയാൾ കിബറനാണ്, അയാൾ കണ്ടാലും ഉണ്ടാത്ത ഇങ്ങനെ പറയണ്ട. അത് ഇതിൽ മാത്രമല്ല കേട്ടോ. എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്റെ കോളേജിൽ ഒരു പെൺകുട്ടി ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങും. PGക്ക് പഠിക്കുന്ന ഒരു കുട്ടി. ഏതാനും വർഷം മുമ്പാണ്. എല്ലാ അധ്യാപകരും എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ആ കുട്ടി ക്ലാസ്സിൽ ഉറങ്ങാണ്, നമുക്ക് ഭയങ്കര ശല്യമാണ്, അങ്ങനെയാണ്, പ്രിൻസിപ്പൾ ഒന്ന് വിളിച്ച് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ആ കുട്ടിയെ വിളിച്ചു വരുത്തി. ശരിയാണല്ലോ, ക്ലാസ്സിൽ ഉറങ്ങരുതല്ലോ, PGക്ക് പഠിക്കുന്ന ഒരു കുട്ടി, എത്ര വർക്കുണ്ട്, എത്ര പ്രോജക്ട്, അസൈൻമെന്റ്, അത് ഇന്റേണൽ മാർക്കൊക്കെ ഉണ്ട്. ഞാൻ ആ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് എന്റെ ക്ലാസ്സിൽ ശ്രദ്ധ പോലെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, സാറേ ഞാൻ ബോധപൂർവം ചെയ്യുന്നതല്ല. പിന്നെന്താ? അത് പറഞ്ഞു, ഞാൻ വിവാഹിതയായ ഒരു കുട്ടിയാണ്. PG ലെവലൊക്കെ നമ്മളെ കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, കല്യാണം കഴിച്ചിട്ട് എന്നെ കെട്ടിക്കൊണ്ടായ വീട്ടിലെ ആൾക്കാർ ഉമ്മ ഇപ്പയൊന്നും ഞാൻ പഠിക്കണം എന്നൊരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവിടെ പണിയെടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണല്ലോ, പണിയെടുക്കാൻ വീട്ടിൽ ജോലി ചെയ്തിരുന്ന പെണ്ണ് പോയാൽ എന്നാ പിന്നെ മോനെക്കൊണ്ടൊരു പെണ്ണെട്ടിക്കാന്നുള്ള ഒരു ലളിതമായ ആവശ്യം നമുക്ക് ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഈ വീട്ടിൽ രാത്രി 11-12 മണി വരെ എനിക്ക് പണിയുണ്ടാവും. എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടന്നാൽ രാവിലെ ഇവിടെ 9 മണിക്ക് കോളേജിലെത്തണ്ടേ, അതിന് ബസ് കയറി വരണം. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണവും കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ച് എന്നിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പഠിക്കുന്നതിന് ഇവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കണ്ണ് ഇതായി പോകുന്നതാണെന്നാണ്. ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉറങ്ങിക്കോ, ഈ കംപ്ലീറ്റ് പഠിച്ചോ. ടീച്ചേഴ്സിനോടും പറഞ്ഞു, ഇവിടെ നമ്മൾ ശരിക്കും എന്താണ് മാലിട്ട് ആദരിക്കണ്ടേ. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് അവള് പഠിക്കുന്നുണ്ടല്ലോ, ഒരു സാഹചര്യം ഇങ്ങനെ ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുന്നറിയോ. വേറൊരു അധ്യാപകൻ പറഞ്ഞൊരു സംഭവമുണ്ട്, എന്നും ലേറ്റായി വരുന്നൊരു കുട്ടി, എന്നും ഒരാൺകുട്ടി. അപ്പോ പ്രശ്നമാണ്, കാരണം എന്നും ലേറ്റായി വരുന്നവനെ പുറത്തുക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ പുറത്തു നിന്നു. പിറ്റേന്നും ലേറ്റ്. അപ്പം പറഞ്ഞ വാപ്പനെ കൂട്ടി വരണം. അപ്പോ ഇവൻ പറഞ്ഞു, സാറേ എനിക്ക് വാപ്പനെ കൂട്ടി വരാൻ കഴിയില്ല. അതെന്താണ്? അത് പിന്നെ ഞാൻ വരുന്നത് കുറെ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് നേരം വൈകിയത്? അവർ ഞാൻ സാർ കോഴിക്കോട് നിന്ന് 25 കിലോമീറ്റർ ദൂരം നിന്നാണ് വരുന്നത്. കൊയിലാണ്ടി അപ്പുറം ഒരു സ്ഥലത്ത്. അവിടുന്ന് അരമണിക്കൂർ നേരത്തെ ബസ്സിന് പോകാൻ അങ്ങ് എത്തൂലേ. അത് സാറേ അവിടുന്ന് 5 കിലോമീറ്ററും കൂടെ ദൂരെന്ന് വാഹനം ബസ്സില്ലാത്തൊരു സ്ഥലത്തുനിന്ന് ഓട്ടോയിലും ജീപ്പിലും ഒക്കെ അങ്ങനെ ഒപ്പിച്ചു പോരുന്ന അതിലാണ് ഞാൻ വരുന്നതെന്നാണ്. അതെ, അതിന് അരമണിക്കൂർ നേരത്തെ പോകുന്ന അതും കഴിയില്ല സാർ. എന്റെ വാപ്പ സുഖമില്ല, കിടപ്പില്ല. ഇത് രാവിലെ എണീച്ച് വാപ്പന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കുളിപ്പിച്ചു, ഡ്രസ് ചെയ്തു, എല്ലാം ചെയ്ത് എന്നിട്ടാണ് ഞാൻ വരുന്നതെന്ന് ഈ മാഷ് പറയാണ്. ഓനോട് പിന്നെ ചോദ്യം തന്നെ വേണ്ടാന്ന് വെച്ചു. ഓന് 1 മണിക്കൂറോ എപ്പോ വന്നാലും മതി. ആ വിഷയം പഠിച്ചപ്പോ നമുക്ക് മനസ്സിലാവും സംഗതി. ഇത് നമ്മൾ പഠിക്കൂല, ആ കുട്ടി പഠിക്കൂല, ഇവൻ പിന്നെ വായിക്കൂല, ഇവൻ ഉറങ്ങും, നേരം പോയി. ഒരാൾക്ക് അവന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. എല്ലാ പ്രശ്നവും പറയാനും കഴിയില്ല, നമ്മൾ മനസ്സിലാക്കണം. ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ചെറിയവർക്ക് ചെറിയ പ്രശ്നമുണ്ട്, വലിയവർക്ക് വലിയവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവൻ ഒരു ന്യായമുണ്ട്, ആ ന്യായം അനുവദിച്ചു കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ എന്താ അറിയോ, നമ്മൾ തമ്മിലിങ്ങനെ തെറ്റി നടക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് ജീവിതരംഗത്ത് നോക്കൂ, എന്തെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ. വിവിധ മതവിശ്വാസികൾ ടെൻഷനിൽ ജീവിക്കുന്ന സമൂഹങ്ങളുണ്ടല്ലോ. ഒരു മതത്തിൽ തന്നെ വ്യത്യസ്ത സംഘടന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ തമ്മിലിട്ട് ഒരു വയന്ന് പറയുന്നത് നമുക്ക് ടെൻഷൻ വരികയാണെങ്കിൽ എന്തിനാ ടെൻഷന്? മതം സ്നേഹമാണ്, കാരുണ്യമാണ്, നല്ലതാണ്. അത് പറയാൻ ടെൻഷൻ വരുന്നതാണ്. ഇത് ആക്രമിക്കാൻ ആള് വരും, അപ്പൊ അവിടെ പോലീസ് വേണം, ഇവിടെ അത് വേണം, ഇങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ അതുകൊണ്ട് അത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം, സ്നേഹം, കാരുണ്യം, സന്തോഷം, എല്ലാവർക്കും നന്മ എന്ന നിലയ്ക്ക് നമ്മൾ എന്നിട്ട് നമുക്ക് നമ്മുടെ ആശയവും ആദർശവും ഒക്കെ പറയാം. അത് ആളുകൾക്ക് സമാധാന അന്തരീക്ഷത്തിൽ കേൾക്കാനും സാധിക്കും. ഇതാകെ ടെൻഷനായിട്ട് ഭ്രാന്തായി നടക്കുന്ന ഒരു രൂപത്തിലേക്ക് ആളുകൾ എത്തുകയാണ്. പരിഹാസം. ഒരു കുട്ടി ക്ലാസ്സിൽ പഠിപ്പാണ്ട് നിർത്തി. എന്താ പഠിപ്പ് നിർത്താൻ കാരണം? അവൻ പറയില്ല. അവന്റെ രക്ഷിതാവ് പറഞ്ഞു അവൻ ക്ലാസ് പോവില്ല. നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാ. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയോ? ആ കുട്ടി പറയുന്നത് എന്തോ പണ്ടെന്തോ ഒരു തെറ്റ് ചെയ്തു, അന്നൊരു മാപ്പൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ ഒരു അധ്യാപകന് എന്ത് ചെയ്യുന്നറിയോ, ഈ കുട്ടിയെ സൂചിപ്പിച്ചുകൊണ്ട് ഇവൻ അങ്ങനെ പണ്ട് ഇങ്ങനെ ചെയ്താണ്, അങ്ങനെ ചെയ്തു. ആ കുട്ടിക്ക് അവന്റെ അഭിമാനം വലുതല്ലേ.
വലുതാണല്ലോ. ആളെ മുമ്പിൽ വെച്ച് പരിഹസിക്കാൻ തന്നെ സഹിക്കാൻ കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുമ്പോൾ പള്ളിയിലൊക്കെ ആളെ പേരെടുത്ത് പറയില്ല. മാ ബാലു അക്വാമിൻ, എന്താ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും. എന്താ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ചെയ്തോന് മനസ്സിലാവും എന്നെ കുറിച്ചാ പറഞ്ഞത്, വേറെ ആർക്കും മനസ്സിലാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അയ്ബാക്കിയിട്ടില്ല. അപ്പൊ ഈ നിലക്ക് നമ്മൾ കൊണ്ടുപോയ കുത്തുവാക്ക് പറയാ, പരിഹസിക്കുക, ആളെ കുറവാക്കുക, ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതെയാക്കുക, എന്നിട്ട് പ്രയാസപ്പെടുക, ഇതെല്ലാം കൂടിയാണ് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായത് എന്നർത്ഥം. അപ്പൊ ഈ ടെൻഷൻ കുറയ്ക്കാനുള്ള വഴി യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ അസലിലേക്ക് മടങ്ങുക, നമ്മൾ നമ്മുടെ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിത ശൈലി നമ്മൾ സ്വീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താ നിങ്ങളടുത്ത് പൈസക്കല്ല, ഒരു ദിവസം ഭാര്യ മക്കളായി കൂട്ടി ഒന്ന് പുറത്തു പോയിക്കൂടാന്ന് ചോദിച്ചപ്പോൾ പറയാം, നിങ്ങളിങ്ങനെ ജീവിതം അടിപൊളിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി പറയാണോ? ആയിക്കോട്ടെ, അതിനും കുഴപ്പമില്ല, ഹലാലായാൽ മതി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ കൂടെ ഓടി നടന്നു എന്ന് പറയുന്നു, ആയിഷ ബീവിയുടെ കൂടെ. ആ സംഭവത്തിൽ പറയുന്നുണ്ട്, ആദ്യമൊക്കെ ആയിഷ ബീവി ആയിരുന്നു അത്ര മുമ്പിലെത്തുക. കുറെ കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലെത്താൻ തുടങ്ങിയത്. ഒരു ഓട്ട മത്സര, അതായത് തടിയൊക്കെ വന്ന് ആയിഷ ബീവിക്ക് അങ്ങനെ ഓടാൻ കഴിയാതായിരുന്നു. ഇതിപ്പോ നമ്മളറിയാം, നമ്മുടെ മൗലവിയും ഭാര്യയും കൂടി രാവിലെ അവിടെ ഓടിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവം? അത് റസൂലുള്ളാഹാണ് ഇത് ചെയ്യുന്നത്. യാത്രയിൽ ഭാര്യനെ കൂടെ കൊണ്ടുപോകണോ? യാത്രയില് ഇപ്പൊ നമ്മളെ ആൾക്കാർ ഒരുപാട് ആളുകളുണ്ട്, ടൂറ് പോകും, ഭാര്യനെ കൂട്ടില്ല, മക്കളെയും കൂട്ടില്ല. എന്നിട്ടോ അത് ഓഫീസിന്റെ സ്റ്റാഫ് ഉണ്ടാവും, മറ്റവരുണ്ടാവും, മാഷുമാരുണ്ടാവും. അങ്ങനെ മതിയോ? ഇവർക്കും വേണ്ടേ ഒന്ന് കാണാൻ പോവാ, ഇവർക്കും വേണ്ടേ ലോകം കാണാൻ? അത് കൂട്ടാത്ത പലർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വാപ്പയും മക്കളും കൂടാണ് പോണെങ്കിൽ ഈ മക്കൾ കേടുവരൊന്നുമില്ല. ഭർത്താവ് ഭാര്യന്റെ കൂടെ ആണെങ്കിൽ ഇയാളെ വല്ലാതെ നോക്കേണ്ടതുണ്ടാവില്ല. ഓരോരുത്തരുണ്ടല്ലോ, ഞങ്ങളെ ഗ്രൂപ്പിന്റെ ടൂറാണ് അതാന്നും പറഞ്ഞ് പോയിട്ട് നല്ല മനുഷ്യന്മാർ കേടുവന്ന് പോകുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ആനന്ദകരമായ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആനന്ദകരമായ സാമൂഹ്യ ജീവിതവും. ടെൻഷൻ വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ മരിച്ചുപോയാലോ? ഇപ്പൊ മരിച്ചുപോയാ എന്താ? ജനിച്ച എല്ലാവരും മരിക്കും. ഞങ്ങൾ ചെറിയമുണ്ട് അമീദ് മൗലവി ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും പലപ്പോഴും ഷബാബിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിന് നമുക്കൊരു വീക്ഷണമെങ്കിലും ഉത്കണ്ഠ വേണ്ടാന്ന്. ഇപ്പൊ രോഗം പിടിച്ച ആൾക്കാർ എന്തോ ഒരു ടെൻഷൻ. രോഗം പിടിച്ച ആൾ മനസ്സിലാക്കണം, രോഗം ക്യാൻസറാണോ? ക്യാൻസറിന് വലിയ ചികിത്സ ഒന്നുമില്ല. ചിലപ്പോൾ 6 മാസം, 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ ആകുമ്പോൾ അതിനെ വ്യാപിച്ച അനുസരിച്ച് അങ്ങനെ തന്നെ ഉള്ളൂ. മരിക്കും. ഒരു മരം മുളച്ചു വന്നുണ്ടായാൽ ഒരു ദിവസം ഉണങ്ങിപ്പോകും, മൃഗങ്ങൾ ചത്തുപോകും, മനുഷ്യർ മരിച്ചു പോകും. ഈ മരണം എപ്പോഴാ? അത് നോക്കാറില്ല. ചിലർ രോഗം പിടിച്ചിട്ടാവും, ചില അപകടം പറ്റിയിട്ടാവും, ചിലർ വേറെ നിലക്കാവും. നമ്മളൊരു ഗ്രാമത്തിൽ 10 ആളാണ്ട് മരിച്ചു എന്ന് വിചാരിക്കും. ഒരു ദിവസം ഒരു ആക്സിഡന്റ്, 10 ആൾ മരിച്ചു, ഇടിവെട്ടി 10 ആൾ മരിച്ചു. നമ്മൾ ഞെട്ടുമല്ലോ, ഭയങ്കര സംഭവമല്ലേ. പക്ഷെ ഈ 10 ആളും 10 ദിവസം എന്തെങ്കിലും മരിച്ചാൽ ആർക്കും പ്രശ്നമില്ലാത്ത എന്താ? അത് നമുക്കറിയാം, ജനിച്ച എല്ലാവരും എന്തെങ്കിലും മരിക്കും എന്ന്. അപ്പൊ ജനിച്ച ആളുകൾ മരിക്കും എന്ന് നമ്മൾ മനസ്സിലായി. മക്കളോടും പറഞ്ഞു കൊടുക്കണം, മക്കളെ ഞാൻ മരിച്ച അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അത് പറയാതിരിക്കുമ്പോ എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകാല മരണം എന്നും പറഞ്ഞിട്ട് ആകെ ബേജാറുണ്ടാക്കും. രാത്രി കിടക്കാൻ പോകുമ്പോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാണ്ടേ, പടച്ചവനെ ഞാൻ ഈ രാത്രി മരിക്കുകയാണെങ്കിലേ പടച്ചവനെ നീ എന്നെ സ്വർഗത്തിലാക്കണേ എന്ന് പറഞ്ഞിട്ട് ഇക്കറും ദ്വായൊക്കെ പറഞ്ഞൊന്ന് കിടന്നു നോക്കൂ. ഒന്ന് കിടന്നു നോക്കൂ, എന്താ സംഭവിക്കാന്ന്. ഞാനങ്ങനെ ഒരു മലയാളത്തിൽ പറഞ്ഞു നോക്കി. പറഞ്ഞപ്പോ എന്റെ വൈഫ് പറഞ്ഞെന്താണ്, ഓള് പറഞ്ഞു, നിങ്ങളെന്തിനാ ഈ കിടക്കാൻ നേരത്തെ വേണ്ടാത്ത വർത്താനൊക്കെ പറയുന്നതെന്നാണ്. ഏത്? ഞാൻ മരിച്ച അത് പറഞ്ഞു വന്നത്, നമ്മള് മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ മരിക്കാതെ എന്നും ഇവിടെ ഉണ്ടാവും എന്നുള്ള മാതിരിയാ പോണത്. മരിക്കൂന്നാണ്ട് തീരുമാനിച്ചാണ്ടല്ലോ വളരെ ആനന്ദകരമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മരിക്കും എന്നത് ഉറപ്പായാൽ ആ നിലക്ക് പോയാൽ മതി. പിന്നെ ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മൂമിനായ മനുഷ്യന്റെ എല്ലാ കാര്യവും അവന് ഹൈറാണെന്ന. എല്ലാ ഹൈറും എല്ലാം അജബൻ ലി അംരിൽ മുഅ്മിന, ഒരു അത്ഭുതമായ സംഗതി. അവന് ഹൈറായാൽ എന്ത് ചെയ്യും? അവന് അള്ളാഹിനെ സ്തുതിക്കും, ശുക്ർ പറയും, അൽഹംദുലില്ലാ വകാന ഹൈറൻ ലഹു. അവന് വല്ല ബുദ്ധിമുട്ടും പ്രയാസവും വന്നാൽ സബറ, ക്ഷമിക്കും, അതും അവന്
ഖൈറാവും. കുറച്ചു കാലം ക്ഷമിച്ചും കുറച്ചു കാലം അള്ളാഹ്ക്ക് ശുക്ർ ചെയ്ത് നമ്മൾ അങ്ങനെ ജീവിച്ചാൽ ആനന്ദകരമായ ഒരു ജീവിതം ഉണ്ടാവും. സ്വത്തും മുതലും എന്ന് പറയുന്നത് മാത്രമല്ല ജീവിതം, സ്ഥാനവും മാനവും അധികാരവും മാത്രമല്ല, ശാന്തമായി സന്തോഷത്തോടുകൂടി ജീവിക്കാവുന്ന ഒരു ജീവിത സൗകര്യം, ജീവിത അനുഭവം ഉണ്ടാവലാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുക അങ്ങനെ സംഭവിച്ചു, അത് അള്ളാന്റെ വിധിയായിരുന്നു, ഇങ്ങനെയായി, അത് അള്ളാന്റെ വിധിയായിരുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയും. ഇതാണ് ടെൻഷനില്ലാതെ ജീവിക്കാൻ എനിക്ക് തോന്നുന്നത്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അത് തന്നെയാണ്. ചെറിയ മക്കളോടാണെങ്കിലും മുതിർന്ന ആളുകളോടാണെങ്കിലും സ്ത്രീകൾ, ഭാര്യ, ഭർത്താവ് ഒക്കെ ആണെങ്കിലും അവരവരെ പരിഗണിക്കുക. അവനെ പരിഗണിക്കാതെ നമ്മൾ തത്വശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ, ഒരു ചെറിയ കുട്ടിക്ക് നിങ്ങൾ ഇസ്ലാമിന്റെ സമഗ്രത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹത്തിലായിരുന്നു. അത് ഹദീസിലൊക്കെ ഉണ്ട്. കുട്ടികൾ വരുമ്പോ അവര് സലാം പറയും നബിക്ക്, അവരോട് കുശല അന്വേഷിക്കുക. അപ്പൊ ഒരിക്കല് ഒരു ചെറിയ മോനെ കണ്ടപ്പോ ചോദിച്ചു, മോനെ നിന്റെ ആ കിളി എന്റെ വർത്താനം എന്തൊക്കെയാണെന്ന്. ഒരു കിളിയെ, അതായത് ഒരു കിളിയെ പോറ്റുന്ന ഒരു കുഞ്ഞാണ്. അപ്പോ അതാണ് ഓന്റെ വിഷയം. ഓന്റെ ലോകം കിളിയും തത്തയും പൂച്ചയൊക്കെ ആയിരിക്കും. അത് ചോദിക്കുന്നത് ആരാണ്? ഏറ്റവും വലിയ പ്രവാചകനാണ്. നമ്മളെന്താക്കും? മക്കളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ആത്തു വന്നു പറഞ്ഞ് മണ്ടിക്ക്, ആ കുട്ടി തന്നെ എങ്ങനെ ശരിയാവുന്നത്? അവന്റെ മേഖല, അവന്റെ സംഗതി വലുതാണ്. അതുമാതിരി തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അവരുമായി ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് സമയം വേണ്ടേ? ഫ്രണ്ട്ഷിപ്പ് വേണം. ഞാൻ എപ്പോഴും നിക്കാഹിന്റെ ഖുത്ബയിലൊക്കെ ഞാൻ പറയും, നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അല്ലേ? നമ്മൾ പോയി രാഷ്ട്രീയം ചർച്ച ചെയ്യും, സാംസ്കാരിക വിഷയം ചർച്ച ചെയ്യും, ഇന്നത്തെ പത്രം ചർച്ച ചെയ്യും. ഇതൊന്ന് ഭാര്യനെ അവിടെ ഇരുത്തിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തുകൂടെ? ഇന്നിപ്പോ നമ്മുടെ അല്ലെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിയമസഭ എങ്ങനെ തീരുമാനം, ഇതൊന്ന് ചർച്ച ചെയ്തൂടെ? ഭാര്യയുമായിട്ട്, ഭാര്യയ്ക്കും ഭർത്താവ് അതുണ്ടാവില്ല. എന്നിട്ട് നമ്മളിങ്ങനെ പോയി അവസാനം നമ്മൾ കിടക്കുമ്പോ പാതിരക്ക് 11 മണിക്കേറ്റുണ്ടാവും വൈഫ് പത്രം എടുത്തിട്ട് ഇങ്ങനെ വായിക്കുന്നത്. അവൾക്ക് നേരം കിട്ടിയിട്ടുണ്ടാവും. അതാ ജീവിതം? അതല്ലല്ലോ ജീവിതം. ഒരിക്കൽ ഒരാൾ പറയേ, ഇങ്ങനെ ഇരുന്നിട്ട് മുപ്പർ ഇങ്ങനെ പേപ്പർ വായിക്കുക, കട്ടൻ ചായ ഉണ്ട് അടുത്ത്, ഫാന് കുറച്ച് സ്പീഡിലാകാറുണ്ട്. ഇവിടെ വന്ന് ആ ഫാനൊന്ന് ഓഫാക്കിയാണ്. ഓളെ എവിടുന്നാ വരുന്നതെന്നറിയാം, അടുക്കളുടെ അപ്പുറത്തുനിന്ന്. ഇവന് നീട്ടിട്ട് ആ ഫാനൊന്ന് ഓഫാക്കിയ പോലെ. അപ്പോഴും തോന്നുന്നത് എന്താണെന്നറിയാം, ഞാൻ ഭർത്താവല്ലേ, ഓളല്ലേ, ഇതൊക്കെ അങ്ങനല്ല, അങ്ങനൊന്നുമില്ല. അവനവൻ വീട്ടില് കറി ഉണ്ടാക്കുമ്പോഴേ അതിന് പിന്നെ പച്ചക്കറികളും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് പറയാൻ സുഖം, നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്താ അങ്ങനെ നിങ്ങളും ചെയ്തു നോക്കാണ്ടേ? എല്ലാരും കൂടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുക, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക, ഞാന് ചിക്കൻ മുറിച്ചുതരാം, ഓന് അത് ശരിയാക്കാം, വൈഫ് ഇത് അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയെടുത്ത് എനിക്ക് കുറച്ച് കരിഞ്ഞു പോയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ, നമ്മളെല്ലാരും കൂടി ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ജീവിതാന്തരീക്ഷം ഒരു ആനന്ദകരമാകുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ചെയ്യണം. എന്നാൽ ആരോഗ്യം, മാനസികാരോഗ്യം ഉണ്ടാവും. മാനസിക ആരോഗ്യം ഉണ്ടായാലേ ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവും. ഇപ്പം പുതിയ റിസർച്ച് അങ്ങനെയാ പോണത്. ഒരുപാട് രോഗങ്ങൾക്ക് ശാരീരിക കാരണങ്ങളില്ലാണ്, അവിടെ വേദനയാണ്, ഇതൊക്കെ മനസ്സാണെന്ന്. ആ മാനസിക സാഹചര്യം മാറുമ്പോഴെന്താ അറിയോ, ഈ രോഗവും മാറും. ചില കുട്ടികളില്ലേ, പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ ഇവർക്ക് ഓരോ അസുഖം വരാൻ തുടങ്ങും. എന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഈ കുട്ടി സ്വന്തം വീട്ടിലേക്ക് വരും. ചില കുട്ടികൾ തിരിച്ചുകൊണ്ട് കേട്ടോ, ഭർത്താവിന്റെ വീട്ടിൽ ഒരു അസുഖം ഉണ്ടാവില്ല, അങ്ങോട്ട് വന്നാല് ഭയങ്കര അസുഖം പ്രശ്നം, വേഗം അങ്ങോട്ട് പോകും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ഇവൾക്ക് സുഖം ഭർത്താവിന്റെ വീട്ടിലാണ്. അപ്പൊ അതിന് ശരീരം കളിക്കുകയാണ്, എന്ത് ഇവിടെ നിന്ന് എങ്ങനെ വേഗം ആ വീട്ടിലേക്ക് പോകാൻ. തിരിച്ചും ഈ ഭർത്താവിന്റെ വീട്ടിലുള്ള ശല്യവും പ്രയാസവും ഒക്കെ ആയിട്ട് ഇവര് മനസ്സ് പ്രേരിപ്പിക്കുകയാണ്, കണ്ണ് വീങ്ങാണ്, അല്ലെങ്കിൽ വയറ് വീർക്കാണ്, അല്ലെങ്കിൽ അസുഖം വരികയാണ്, എന്നിട്ട് വീട്ടിലേക്ക് പോരാണ്. സാഹചര്യം മനസ്സിനെ സ്വാധീനിക്കും. മനസ്സിലുണ്ടാക്കുന്ന ഈ സംഘർഷങ്ങൾ ശാരീരിക അസുഖങ്ങൾ ഉണ്ടാക്കും, സ്വഭാവത്തെ ബാധിക്കും, ദേഷ്യം പിടിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആരോടും ചില പ്രിൻസിപ്പിൾസ് വേണം. എന്താ പറയുക, നമുക്ക് ആരോടും ഒരു ദേഷ്യവും വേണ്ട, നമുക്ക് ആരോടും ഒരു വിദ്വേഷം വേണ്ട, നമുക്ക് ആരോടും വെറുപ്പ് വേണ്ട, നമുക്ക് ആരോടും അസൂയ വേണ്ട, നമുക്ക് ഇന്നതെല്ലാം ചെയ്തു തരണം ആളുകൾ എന്നും വിചാരിക്കേണ്ട. ഞാൻ വാപ്പല്ലേ, മക്കൾ ഇങ്ങനെ ചെയ്തു തരണം, ഞാൻ ഭർത്താവല്ലേ, ഭാര്യ അങ്ങനെ ചെയ്തു തരണം, അങ്ങനെയും വേണ്ട. നമ്മ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഞാൻ വാപ്പല്ലേ, ഞാൻ മക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, ഞാനൊരു ഭർത്താവല്ലേ, ഞാൻ എന്റെ ഭാര്യക്ക് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഞാനൊരു ഭാര്യയല്ലേ, എന്റെ ഭർത്താവിന് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, ഞാൻ ഈ മക്കളെ ഉമ്മയല്ലേ, മക്കൾക്ക് എന്നിൽ നിന്ന് എന്തെല്ലാം കിട്ടേണ്ടതുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് നൽകേണ്ടത് എന്തെല്ലാം എന്ന് ഞാൻ ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. നല്ല ആനന്ദകരമായ, സുഖകരമായ, സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാവും. അത് വളരെ ദാരിദ്ര്യമായാലും അതൊരു സുഖമായിരിക്കും, പൈസ ഉണ്ടായാലും ഒരു സുഖമായിരിക്കും എന്നതാണ്. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ചത്. ഒരു പ്രത്യേക വിഷയത്തിന്റെ ഒരു ക്ലാസ് എന്ന നിലക്കല്ല. ഏതായാലും ഇവിടെ ഞാൻ മക്കയിലേക്ക് പോവാണ് കുറച്ചു കഴിഞ്ഞാൽ. അവിടെ
റാബിത്തയുടെ ആഭിമുഖ്യത്തിലുള്ള ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവിടെയാണെങ്കിൽ ആ മക്കത്ത് ഹാജിമാർ വന്നെത്തി നാളത്തോടുകൂടി ലാസ്റ്റ് ഫ്ലൈറ്റുമാണ്. 30 ലക്ഷം ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് അൽഹംദുലില്ലാ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. നാട്ടിലാണെങ്കിൽ ഇത്ര ഒരു സമയം കിട്ടൂല, പല തിരക്കും കാര്യവുമല്ലേ. അപ്പോൾ അതും ഒരു ആനന്ദകരമായി ഇതിന് സംവിധാനം ഏർപ്പെടുത്തിയ ഇതിന്റെ ആളുകൾക്ക് പ്രത്യേകമായ ഒരു നന്ദി കൂടി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നമ്മൾ ദുആ ചെയ്യണം, നമ്മുടെ ആളുകൾക്ക് വേണ്ടി, നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി, അസുഖമായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി, മാനസിക സംഘർഷമുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തും പരലോകത്തും സമാധാനവും ശാന്തിയും ആനന്ദവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.